ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഞങ്ങളുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ. അപ്പൊ മനുഷ്യർ നമ്മളോട് എന്ത് ചെയ്യും? എതിർക്കും. സ്തോത്രം. നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് തന്നെ നിന്നെ എതിർക്കുന്നവരുണ്ട്. നിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നെ എതിർക്കുന്നവരുണ്ട്. നിന്റെ മോളെ വിവാഹം കഴിച്ച വീട്ടിൽ അവളെ എതിർക്കുന്നവരുണ്ട്. പക്ഷെ ആരെതിർത്താലും എതിർക്കുന്നവന്റെ വരവൊക്കെ ബൈബിളിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാ എതിർക്കുന്നതെന്ന് വായിച്ചു നോക്കി. അടുത്ത വാക്യത്തിലുണ്ട്, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ. അവർക്ക് കൂടെ കൂടെ നിന്നെ കാണുമ്പോൾ ജ്വലിക്കും. കൃപാവരമല്ല, എന്തുവാ? നിന്നെ കാണുമ്പോൾ എന്തുവാ? നിന്റെ വണ്ടി കാണുമ്പോൾ കോപം ജ്വലിക്കും. നിന്റെ വരവ് കാണുമ്പോൾ നീ നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്ന ഉടനെ കോപം ജ്വലിക്കും. സോദരം, ദുഷ്ടം പല്ല് കടിച്ച് ഉരുകി പോകട്ടെന്ന. അപ്പൊ ചിലര് കോപം ജ്വലിക്കും. പിന്നെ അവർ നമ്മെ ജീവനോട് വിഴുങ്ങിക്കളയും. പിന്നെ അവന്മാരുടെ ആ നോട്ടം കണ്ടാൽ നമ്മളെ നിർത്തി വിഴുങ്ങുന്ന ഭാവത്തിലാണ്. ചിലരൊക്കെ പറഞ്ഞു, ചിലരൊക്കെ എന്നെ എന്തോ വച്ചാ നോക്കി ദഹിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കത്തില്ലേ ചിലര് എന്ന് പറഞ്ഞത്. ചിലര് സ്തോത്രം നിന്റെ വണ്ടി പോകുമ്പോഴൊക്കെ ഇങ്ങനെ ജനലിനകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനാ? നിന്നെ വിഴുങ്ങാൻ അവർ ഭാവം ചെയ്യുക. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. അല്ലല്ല, മേളിത്തോട്ട് വായിക്കണം. ജീസസ്. അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ. അവർ നമ്മെ ജീവനോട് വിഴുങ്ങിക്കളയും. അവർ നമ്മളെ കണ്ടോ ജീവനോടെ വിഴുങ്ങാനാ പ്ലാൻ ചെയ്തേ. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. വെള്ളം ഒഴുക്കുന്ന പോലെ നിന്നെ ഈ കോട്ടയത്ത് നിർത്താതെ ഒഴുക്കിക്കളയാൻ അവർ തീരുമാനിച്ചു. നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം മനുഷ്യനെ എതിരാളികളാകാറുണ്ട്. ഇന്ന് ഞാനൊരു കാര്യം പറയാം. പലരുടെയും തടസ്സങ്ങളുടെ പിന്നിൽ ചില മനുഷ്യകരമുണ്ട്. എനിക്ക് ഇതൊന്ന് ഉറപ്പ് തരിക, നീ അറിയാതെ നിന്റെ മേൽ വെച്ച കരം ഇന്ന് നിന്റെ അനുവാദമില്ലാതെ നിന്റെ മേൽ നിന്ന് എടുക്കും. കർത്താവ് അത് എടുപ്പിക്കാൻ പോവുക. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്കെന്തോ ചില മാനുഷിക എതിർപ്പുകൾ, ചില മാനുഷിക ശക്തികൾ, ചില മാനുഷിക പോരാട്ടങ്ങൾ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. അപ്പം മനുഷ്യന് നേരെ എതിർപ്പ് നടത്തുക. നെഹമ്യാവ് മതില് പണിയാനായിട്ട് പോയി. വായിക്കണ്ട, ഞാൻ അവിടെ ഒന്നും പോകുന്നില്ല. പോയപ്പം രണ്ടുപേരെ എഴുന്നേറ്റ്, ഒരു കാര്യവുമില്ല. ഒരുത്തൻ്റെ പേര് സൻബല്ലത്ത്, മറ്റവൻ്റെ പേര് ഒരാളൂടുണ്ട്. സ്വത്രം. ഇവരെല്ലാം കൂടെ എതിരേറ്റു. ഇതിനെതിരെ എഴുന്നേറ്റു. ഈ ചില എതിർപ്പൊക്കെ വന്നാലേ പണിയാനൊരു സുഖമുള്ളൂ. ചില എതിർപ്പൊക്കെ വന്നാലേ പ്രാർത്ഥിക്കാനൊരു സുഖമുള്ളൂ. എതിർപ്പ് കാണുമ്പോൾ നീ പേടിച്ചു പോകരുത്. കർത്താവ് പറഞ്ഞു മനുഷ്യരെ പേടിക്കരുത്. കാരണം സദൃശവാക്യത്തിലുണ്ട്, മാനുഷിക ഭയം ഒരു കെണിയാണ്. നിന്നെ ചിലരൊക്കെ പേടിപ്പിക്കാൻ നോക്കും. അപ്പുറത്ത് താമസിക്കുന്ന പുള്ളിയും പേടിപ്പിക്കാൻ നോക്കും. എനിക്ക് ഇന്ന പിടിയുണ്ട്, മന്ത്രിയുമായിട്ട് പിടിയുണ്ട്, തന്ത്രിയുമായിട്ട് പിടിയുണ്ട്, മന്ത്രവാദിയുമായിട്ട് പിടിയുണ്ട്. എടാ, നിനക്ക് ആരുമായിട്ട് പിടിയുണ്ട്? എനിക്കെന്നാ എൻ്റെ പിടി മേളില്ല. ഒരാമയും പറയാമെങ്കിൽ പറ. അപ്പം മനുഷ്യൻ നിന്നെ ഭയപ്പെടുത്താൻ, അതുകൊണ്ട് കർത്താവ് പറയാ, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ നീ പേടിക്കരുത്. ദേഹത്തെയും ദേഹിയും കൊന്ന് നരകത്തിൽ തള്ളാൻ അധികാരമുള്ള എന്നെ മനസ്സിലായി തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക. എനിക്കെന്തോ ദൈവാത്മാവ് പറയാം, ആരെയൊക്കെയോ ചില മാനുഷിക ഭയം അലട്ടുന്നുണ്ട്. നീ ചിലരെ പേടിക്കുന്നുണ്ട്. ദൈവം ഉറപ്പ് തരിക, ഇന്ന് പേടിക്കരുത്. മനുഷ്യരെ പേടിക്കരുത്. അവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ നിങ്ങൾക്കെതിരെ വരുമ്പോഴും പറയണം, എൻ്റെ പക്ഷത്ത് ദൈവമുണ്ട്. ഒരു പാട്ടുണ്ടല്ലോ, യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദം ഈ ഭൂവിൽ വാസം. ഹല്ലേലൂയ. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ. അയ്യോ, ഞാൻ പാടുമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. നിങ്ങൾ അറിയിപ്പില്ലാത്തതുകൊണ്ടാണ് പാടാത്തത്. ഞാൻ 100 വരുമ്പോൾ നിങ്ങൾ 5 വരണ്ടായോ? മിണ്ടുന്നില്ലല്ലോ, ഇങ്ങോട്ട് നോക്ക്. ഹല്ലേലൂയ. അപ്പൊ യേശുവനെ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദം ഈ ഭൂവിൽ. ഒരാമയും പറഞ്ഞാട്ട്. നിന്റെ ഏറ്റവും വലിയ ഗമ നിന്റെ കുടുംബപ്പേരല്ല, നിന്റെ പക്ഷത്തൊരുത്ത നിൽക്കുക. മാനുഷിക എതിർപ്പുകൾ നിമിത്തം, മനുഷ്യർ നിനക്കെതിരാളിയായത് നിമിത്തം
നിങ്ങളുടെ ലൈഫിൽ എത്ര കൊല്ലം പിറകിൽ ഉണ്ടായ ഏതു നൂലാമാലകളെ ഇന്ന് അഴിച്ചു മാറ്റാൻ ദൈവം പദ്ധതിയിടുക. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫീലാകാൻ പോവുക, ചില എതിർപ്പുകൾ കെട്ടടങ്ങി. ഈ മാനുഷിക എതിർപ്പിൻ്റെ ഒരു പ്രത്യേകത പറയാം. നമ്മൾ ഒരിക്കൽ പോലും വിശ്വസിക്കാത്തവരാണ് നമുക്കെതിരാകുന്നത്. നമ്മൾ ഒരിക്കൽ പോലും മുൻപല്ലുകൊണ്ട് ചിരിച്ച് അകമ്പല്ലുകൊണ്ട് ഞറുമി നിന്നെ ഒടുക്കിക്കളയാൻ പദ്ധതി ഇടുമ്പോഴും ഓർത്തോണം, നിന്റെ പക്ഷത്ത് ദൈവം ഇറങ്ങി നിൽക്കും. എനിക്ക് കിട്ടുന്നൊരു വെളിപ്പാട് പറയാം. വർഷങ്ങൾക്ക് പുറകിൽ നിന്നെ എതിർക്കാൻ ചില മനുഷ്യർ എഴുന്നേറ്റു. അത് നിമിത്തമുണ്ടായ ചില നൂലാമാലകൾ ഇതുവരെ അഴിയാതെ കിടക്കുന്നെങ്കിൽ ഇത് നിന്റെ ദിവസമാണ്. ഇന്ന് അസാധാരണമായ ഒരഭിഷേകം ഈ ആരാധനയുടെ അകത്ത് വെളിപ്പെട്ടിട്ട് 10 വർഷം പുറകിൽ 5 വർഷം മുമ്പിൽ നിന്റെ പദ്ധതികളെ പൂട്ടിക്കെട്ടിച്ച, നിന്റെ ബിസിനസ്സിനെ ബ്ലോക്ക് ചെയ്യിച്ച, നിന്നെ നിയമക്കുരുക്കിൽ ബന്ധിച്ച, നിന്നെ ഊരാക്കുടുക്കിൽ ബന്ധിച്ച ആ ബന്ധനങ്ങളുടെ നൂലാമാലകൾ പ്രസംഗിക്കുന്ന എൻ്റെ മേൽ പരിശുദ്ധാത്മാവുള്ള പോലെ തന്നെ വചനം കേൾക്കുന്ന നിങ്ങളുടെ മേലും പരിശുദ്ധാത്മാവുണ്ട്. ഞാനൊരു കാര്യം വെളിപ്പെടുത്തുക. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് വെളിപ്പെട്ടതുപോലെ തന്നെ ഈ ദൂതെടുക്കുമ്പം നിങ്ങൾക്ക് പഴയ ചില ഓർമ്മകൾ പൊങ്ങി വരും. നിന്റെ ഓർമ്മ എവിടെ പോകുന്നു അവിടെ നിന്ന് ഇന്നൊരു പ്രവൃത്തി ദൈവം ആരംഭിക്കുക. ചില മാനുഷിക എതിർപ്പുകൾ പൊട്ടിയേ പറ്റൂ. ചില മാനുഷിക എതിർപ്പുകൾ നിമിത്തം നിനക്കുണ്ടായ ചില നൂലാമാലകൾ, നിനക്ക് ദൈവം വെച്ച നല്ല ഭാവി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നുകൂടെ പറയാം, ദൈവം നിനക്ക് വെച്ച ശുഭഭാവി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് ആ നൂലാമാല ഇവിടെ പൊട്ടിയാൽ, അഴിയും തോറും മുറുകുന്ന ആ കുരുക്കുന്ന് പൊട്ടിയാൽ, നീ പ്രാർത്ഥിക്കും തോറും മുറുകുന്ന ആ ബന്ധനം ഇന്ന് അഴിഞ്ഞാൽ എന്നോട് ദൈവം ഒരു കാര്യം പറയുന്നു. ഈ വചനം ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവരുടെ ഓർമ്മ മണ്ഡലത്തിൽ നീ അറിയാതെ നടന്ന ചില മാനുഷിക നീക്കങ്ങൾ നിനക്ക് ദൈവം വെളിപ്പെടുത്തി തരും. നിന്റെ വീട്ടിൽ സംഭവിച്ച ചില വിപത്തുകളുടെ പിമ്പിൽ ചില മാനുഷിക കെണിയുണ്ട്, കരമുണ്ട്. ഇന്ന് ദൈവം അവിടെ ഇറങ്ങി. രാജാവ് ചൂള കത്തിച്ചാൽ അവിടെ ഇറങ്ങും. രാജാവ് സിംഹത്തെ ഒരുക്കിയാൽ അവിടെ ഇറങ്ങും. എനിക്ക് ഭയങ്കര ബോധ്യം ദൈവം തരിക. 10 വർഷം പുറകിലോട്ടൊക്കെ ചിലരെ ദൈവാത്മാവ് കൊണ്ടുപോകുന്നു. ജീസസ്, നീ നേരായി ചെയ്ത പലതും നിനക്ക് കുരുക്കാക്കി മാറ്റിയതിന്റെ പിമ്പിൽ ചില മനുഷ്യരുണ്ട്. ആത്മാവ് എന്നോട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അനിപ്പാസ്റ്റർ മാത്രമല്ല, നിന്റെ അകത്തും ചില ഓർമ്മകൾ, നീ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നിന്റെ അകത്തും വെളിപ്പാടായി വരാൻ പോവാ. എന്നോട് ദൈവം പറയാ, ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ചിലർക്ക് വെളിപ്പാടിൻ്റെ ശുശ്രൂഷ ഇവിടെ തരാൻ പോവാ. വിശ്വാസമുള്ളവരെ സ്തോത്രം ചെയ്യാവൂ. ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ, മനുഷ്യര് ചേർന്ന് കുരുക്കി വെച്ച കുരുക്കുകൾ, ഇന്നത്തെ പ്രാർത്ഥനയിൽ അതിൻ്റെ മുഴുവൻ നൂലാമാലകളും ഇന്ന് അഴിഞ്ഞു വരും. അടുത്ത 10-45 മിനിറ്റിനകത്ത് അത് അഴിഞ്ഞു വരും. പ്രസംഗിച്ചു പോകുമല്ല, വിടുതൽ അനുഭവങ്ങൾക്കകത്ത് ഒരു തീയായി എനിക്ക് കിട്ടുന്ന വെളിപ്പാട് നിങ്ങളോട് പറയുക. നെഞ്ചത്ത് കൈവച്ച് പറ, ചില മാനുഷിക പദ്ധതി പൊട്ടാൻ പോവാന്ന് പറ. ജീസസ്, ചോദ്യം, നമുക്ക് നേരെ മനുഷ്യന് ഗൂഢാലോചനയുള്ളോ? അല്ല, യേശുക്രിസ്തുവിനെതിരെ വരെ ഗൂഢാലോചന ഉണ്ടായിരുന്നു. യേശു ഒരിക്കൽ പള്ളിയിൽ കയറി പ്രസംഗിച്ചു. ചെന്നപ്പം പുസ്തകം എടുത്തു കൊടുത്തു വായിക്കാൻ. 7 പുസ്തകം വായിച്ചു പറഞ്ഞു, ഇന്ന് ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കും. അപ്പോൾ അവർ ചോദിച്ചു, ഇനിയും വല്ലതും പറയാനുണ്ടോ? അവൻ എഴുന്നേറ്റ ഒറ്റ പ്രസംഗത്തിനകത്ത് 2 ജാതി ആൾക്കാരെ രംഗത്തോട്ട് കൊണ്ടുവന്നു. പല വിധവമാരുണ്ടായിട്ടും സാരാഭാത്തിലെ വിധവയുടെ അടുക്കലല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ പ്രവാചകനെ അയച്ചില്ല. പല കുഷ്ഠരോഗി ഉണ്ടായിട്ടും
നയമാൻ്റെ അടുക്കലേക്കല്ലാതെ. ഇത് കേട്ടപ്പം ഇവന്മാർക്ക് കലിയിളകി. ഇവന്മാർ പറഞ്ഞ് ആലോചിച്ച് ഇവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം. പള്ളിയിൽ നിന്ന് പുറത്താക്കി യേശുവിനെ തള്ളിക്കൊണ്ട് പോവുക. തള്ളുകൊണ്ട് യേശു പുറകോട്ട് പോവുക. നമ്മൾ ഈ പുറകോട്ട് പോകുമ്പോൾ ഇവന്മാർ വിചാരിക്കുന്നത് നമ്മൾ തീരാൻ പോവാന്നാ. അവർ പ്ലാൻ ചെയ്തു ഇവനെ എവിടെ കൊണ്ടുപോകണമെന്നറിയാം? പട്ടണത്തിൻ്റെ അറ്റത്ത് കൊണ്ട് തലകീഴായി തള്ളിയിടണം. മനുഷ്യർ കൂടിയാ നിന്നെ നിർത്താനല്ല ആഗ്രഹിക്കുന്ന, തള്ളിയിടാനാ. പക്ഷേ ദൈവത്തിന് സ്തോത്രം, പട്ടണത്തിൻ്റെ അറ്റത്തെത്തിയപ്പോൾ യേശു തള്ളിയിടാൻ തീരുമാനിച്ചവൻ്റെ നടുവിലൂടെ പോയി. എന്നോട് ദൈവാത്മാ പറയാം, നിന്റെ ലൈഫിൽ സംഭവിച്ച ചില ട്രാജഡിയുടെ പിമ്പിൽ ചില മനുഷ്യകരം ഉണ്ട്. ഇന്ന് അതിനെ പൊക്കിയെടുക്കാൻ, ഇന്ന് അതിനെ ഓപ്പൺ ചെയ്യാൻ ഇന്ന് ചിലരെ ദൈവാത്മാവ് ഇറങ്ങി തൊടുക. നീ ഇപ്പോൾ അനുഭവിക്കുന്ന യാതനയുടെ പിമ്പിൽ ചില മനുഷ്യകരം ഉണ്ട്. ഇപ്പോൾ നീ അനുഭവിക്കുന്ന വേദനയുടെ പിമ്പിൽ ചില മനുഷ്യകരം ഉണ്ട്. ദൈവം പറയുകയാണ്, ആ കരത്തിന്റെ പ്രവൃത്തിയെ യഹോവ ബന്ധിക്കുന്നു.